അപ്പം നമ്മളെ KTT കാറ്റഗറി 4ൻ്റെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് 31 തൊട്ട് 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എത്രത്തോളം ഇന്ന് നമുക്ക് ആൻസേഴ്സ് പറയാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും പറയാൻ വേണ്ടിയിട്ടും നോക്കാം. അപ്പോൾ ഇത് ഒരു ചർച്ചാ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. അതായത് വെറുതെ ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിനോടൊപ്പം ആൻസർ പറഞ്ഞു പോകുന്ന ഒരു രീതി അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തന്നെ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിക്ക് ഓരോ ഓപ്ഷൻസ് പറയുമ്പോഴും അതിലേക്ക് എത്താനുള്ള വഴി പറയുന്ന സമയത്തും ആ ഒരു ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ശ്രമിച്ചു നോക്കണം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ആദ്യത്തെ, അതായത് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത് ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയത് ആരാണ്? ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയതാരാണ്? ഓപ്ഷൻസ് ആയിട്ട് 4 എണ്ണമാണ് തന്നേക്കുന്നത്. വള്ളത്തോൾ നാരായണ മേനോൻ, പൂന്താനം അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പാല നാരായണൻ നായർ. ഇതിന്റെ ആൻസർ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വള്ളത്തോൾ. വള്ളത്തോളാണ് ആൻസർ എന്ന് പറഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. വള്ളത്തോളാണ്. ആരെ കുറിച്ചിട്ട് എന്തുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയതാണ് എന്നറിയാമോ? നമ്മുടെ സെക്കൻഡ് ഓപ്ഷനായിട്ട് കിടക്കുന്ന പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെ അടിസ്ഥാനമാക്കി രചിച്ച കവിതയാണ് നമ്മുടെ ഈ പറയുന്ന ഏത് കവിത എന്ന് പറയുന്നത്? ഭക്തിയും വിഭക്തിയും. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ജ്ഞാനപ്പാന എന്നൊരു ഉത്തരം വരും. ജ്ഞാനപ്പാന എന്നൊരു ഉത്തരം വരുമ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ചിന്തിക്കും ജ്ഞാനപ്പാന പൂന്താനമാണല്ലോ എന്ന രീതിക്ക് പോകും. അങ്ങനെ ഉത്തരത്തിലോട്ട് എത്തരുത്. ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിക്കായിരിക്കും കേറ്ററ്റിലെ ഓരോ ക്വസ്റ്റ്യൻസും വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെള്ളില ഏത് സന്ധിയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മുൻ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലൈവ് സെക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളതായിരിക്കും. അതിനകത്ത് സന്ധി എന്താണ് എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇപ്പം മലയാളത്തിൽ പ്രധാനമായിട്ടും 4 സന്ധികളാണ് പഠിക്കാനുള്ളത്, ഇല്ലേ? ഒരുപാടെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത് 4 സന്ധികളാണ്. ഇപ്പൊ സന്ധികളെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സന്ത എന്നൊരു സംസ്കൃത ശബ്ദത്തിൽ നിന്നുമാണ് നമ്മുടെ ഈ ഒരു സന്ധി എന്ന വാക്ക് ഉണ്ടായത്, ഇല്ലേ? ഇതിന് ചേർച്ച എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് 2 വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ ഏതെങ്കിലും വർണ്ണത്തിന് വരുന്ന മാറ്റത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത്? സന്ധി എന്ന് പറയുന്നത്. പിന്നെ അതിനെ തുടർന്ന് സന്ധികൾ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഏതൊക്കെ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സന്ധികൾ എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് പറയാമോ? ഓക്കെ, നമുക്കുള്ളത് ആഗമസന്ധി, ആദേശസന്ധി, ദിത്വസന്ധി, ലോപസന്ധി. ഇത് ഓരോന്നും എന്താണ് എന്നത് കഴിഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. പിരിച്ചെഴുതുന്നത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. അപ്പം നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് വെള്ളില ഏത് സന്ധിയിൽ പെടുന്നു. ഇങ്ങനെ ഒരു സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പദത്തെ പിരിച്ച് എഴുതുക. പിരിച്ചെഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത് ഇപ്പം സ്വരസന്ധിയോ വ്യഞ്ജനസന്ധിയോ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾക്ക് ആകെ വരുന്നത് ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദിത്വസന്ധി, ഈ 4 സന്ധിയെ വരുത്തുള്ളൂ. അപ്പം വെള്ളില എന്ന പദത്തെ നമുക്ക് എങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും? എങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ട് സാധ്യമാണ്? വെള്ളി പ്ലസ് ഇല. ഇവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്. വെള്ള പ്ലസ് ഇല. വെള്ള പ്ലസ് ഇല അല്ല, അല്ലെങ്കിൽ വെള്ള അധികം ഇല ആണ് വെള്ളില എന്ന് ഉള്ളത് വരുന്നത്. ഒരിക്കലും വെള്ളി അധികം ഇല എന്ന് വരുമ്പോൾ ആ ഒരു സെന്റൻസ്
പൂർണ്ണമാകത്തില്ല. അപ്പം ഞാൻ ഇവിടെ ഒന്ന് പിരിച്ച് ഫോണിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെള്ള പ്ലസ് ഇല. വെള്ളില. സ്ക്രീനിലുണ്ട്. ഓക്കെ. വെള്ള അധികം ഇലയാണ് വെള്ളില. അപ്പം നമുക്ക് അക്ഷരത്തെ പിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എങ്ങനെയാണ് നമ്മൾ അക്ഷരത്തെ വേ എന്ന അക്ഷരത്തെ നമുക്ക് വ പ്ലസ് എ എന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു വർണ്ണവും ഉച്ചാരണത്തിനനുസരിച്ചുള്ള സ്വരശബ്ദവും അടങ്ങിയ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്ഷരത്തെ പിരിക്കുന്നത്. ഇത് അക്ഷരത്തെ പിരിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ക്ലിയർ ചെയ്ത് പോവാനാണ്. ഉറപ്പായിട്ടും ഒരു 3 2 അല്ലെങ്കിൽ 1 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 1 മാർക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സന്ധി എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്ഷരം പിരിക്കുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പൊ നമ്മള് 2 എഴുത് എഴുതിയല്ലോ, അത് കണ്ട് പിന്നെ എന്തിനാ പിന്നെ ആ എഴുതിയിരിക്കുന്നത്? ഇല്ല എന്ന അക്ഷരം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടക്ഷരത്തിന്റെ പേരിൽ വരുന്നതാ. അവിടെ വെള്ള എന്നത് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ ല പ്ലസ് ആ എന്ന് വരുമ്പോഴേ ആ ഒരു ഇല്ല എന്ന അക്ഷരം പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളതിന് പകരം ഇല്ല എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ല പ്ലസ് എ ആണ് ഇല്ലേ എന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അവിടെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, വെള്ള അധികം ഇല. അതിനകത്ത് ആദ്യത്തെ പാർട്ടില് വ പ്ലസ് എ അധികം ല പ്ലസ് ആ പ്ലസ് ഇ പ്ലസ് ല പ്ലസ് ആ. അതാണ് നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ പാർട്ട് എന്ന് പറയുന്നത്. അവിടുന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കുകയാണ്. അതായത് ആ ഒരു ഈസിക്കൽ ടു എന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾ നോക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാം? അവിടെ വെള്ളില മാത്രം പിരിച്ചാൽ മതി. അവിടെ എന്ത് കാണാം? വ പ്ലസ് എ പ്ലസ് ല പ്ലസ് ഇ ആണ് അവിടെ വന്നേക്കുന്നത് ഇല്ലേ? എന്നിട്ട് ല പ്ലസ് ആ വന്നപ്പോൾ വെള്ളിലയായി. അപ്പൊ ആ പിരിച്ച വർണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ആ ലാസ്റ്റത്തെ ആന അവിടെ കളഞ്ഞി. ആ ലാസ്റ്റിലത്തെ ആയെ കളഞ്ഞി. ലാസ്റ്റ് പറഞ്ഞാല് നമ്മുടെ ഈ ള് കഴിഞ്ഞിട്ടുള്ള ഒരു ആല്ലേ, കഴിഞ്ഞിട്ടുള്ള ആയിക്ക് ആയിക്ക് ലോപം സംഭവിച്ചു. അപ്പോൾ അവിടെ എന്ത് സന്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലോപസന്ധിയാണ്. ഇതുപോലെ തന്നെ പിരിക്കുന്ന സമയത്ത് പുതുതായിട്ടൊരക്ഷരം പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആഗമസന്ധി. പുതുതായിട്ടൊരക്ഷരം പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആഗമസന്ധിയാണ് വരുന്നത്. അതുപോലെ ഒരക്ഷരം പോയി അതിന് പകരം മറ്റൊന്ന് വന്നു ചേരുകയാണെങ്കിൽ അത് ആദേശസന്ധി. ഇപ്പം ഉള്ള ഒരക്ഷരം തന്നെ, ഉള്ള ഒരു വർണ്ണം തന്നെ ഇരട്ടിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ ദിത്വസന്ധി. ഇപ്പം ദിത്വസന്ധിക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പച്ച അധികം തത്ത, പച്ചത്തത്ത. അവിടെ തായുടെ വർണ്ണം ഇരട്ടിക്കുകയാണ്. തായുടെ കൂട്ടക്ഷരം അല്ലെങ്കിൽ തായുടെ ഇരട്ടിപ്പാണ് ഇത്ത. അതേപോലെ പായുടെ ഇരട്ടിപ്പ് ഇപ്പ, കായുടെ ഇരട്ടിപ്പ് ഇക്ക. അങ്ങനെ വരുന്ന സമയത്തെല്ലാം അവിടെ എന്താണ്? ദിത്വസന്ധിയാണ് വരുന്നത്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? സന്ധി ഇല്ലല്ലോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിയുന്ന സമയത്താണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചാൽ മതി. അജു സാർ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ഇത് മെയിനായിട്ടും നമ്മുടെ ഗ്രാമർ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യാകരണ വിഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. വ്യാകരണ വിഭാഗത്തിൽ പെടുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ക്രിയകളെ വിഭജിക്കുന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുന്നത്. ക്രിയ എന്നാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ ക്രിയ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഹലോ
ആ പ്രവൃത്തിയെയാണ് നമ്മൾ എന്തിനെ സൂചിപ്പിക്കുന്നത്? ക്രിയ എന്നതുകൊണ്ട്. ചെയ്തു, ക്രിയയ്ക്ക് തന്നെ നമുക്ക് ക്രിയ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ വേർബ് എന്ന് പറയത്തില്ലേ? യെസ്. V1 V2 V3 ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും 3 കാലഘട്ടമുണ്ട്. 3 കാലമായിട്ട് പറയും. എന്താ 3 കാലം? ഭൂതകാലം, ഭാവികാലം, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇപ്പൊ ഉദാഹരണമായിട്ട് ചെയ്തു, ചെയ്യുന്നു, ചെയ്യും, പറഞ്ഞു, പറയുന്നു, പറയും, ഇല്ലേ? അങ്ങനെ വരുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു ക്രിയയുടെ, അതായത് ആ ഒരു ക്രിയകളെ സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് വിഭജിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ത്? ഇപ്പം ക്രിയയുടെ തന്നെ 2 ഉപവിഭാഗങ്ങളാണ്, സകർമ്മകവും അകർമ്മകവും. സകർമ്മകം എന്ന വാക്കിന്റെ അർത്ഥം കർമ്മം ഉള്ളത്. അകർമ്മകം എന്ന വാക്കിന്റെ അർത്ഥം കർമ്മം ഇല്ലാത്തത്. ഒരു വാക്യത്തിൽ ഇപ്പം അർത്ഥം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? കർത്താവിന്റെ പേരിലാണോ? കർത്താവിന്റെ പേരിലായിരിക്കും. അതായത് കർമ്മം ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കർത്താവ് എന്ന് പറയുന്നത്. കർത്താവിന്റെയും പിന്നെ എന്തിന്റെ ഫലമായിട്ടാണോ അതിൽ പ്രയോജനം ഉണ്ടാകുന്നത് അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സകർമ്മക ക്രിയ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അർത്ഥപൂർണമായ ഒരു സെന്റൻസിനെ നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? യെസ്. രാമൻ സീതയെ വിവാഹം ചെയ്തു. ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, ആ സെന്റൻസിന് അർത്ഥമുണ്ട്. രാമന്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നു? സീത എന്ന് പറയുന്നു. ഇത്തരത്തിൽ അർത്ഥപൂർണമായതിനെ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും അകർമ്മക ക്രിയ എന്ന് പറയുന്നത്? അർത്ഥപൂർണത ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അകർമ്മക ക്രിയ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ആ ഒരു ക്രിയയെ കേവല ക്രിയ, പ്രയോജക ക്രിയ എന്നൊക്കെ പറഞ്ഞ് തിരിക്കുന്നുണ്ട്. ആ കേവല ക്രിയക്കകത്ത് തന്നെ കാരിത ക്രിയ, അകാരിത ക്രിയ എന്ന് പറഞ്ഞ് വീണ്ടും ഇതിന് വകഭേദങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണോ ഇപ്പം? വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പറയണ്ട. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകാം. എന്താണ്? ഒരു ക്രിയയിൽ അർത്ഥം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നുണ്ട്? നമ്മൾ കേവല ക്രിയ എന്ന് പറയുന്നുണ്ട്. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പഠിക്കുന്നു, നടക്കുന്നു, കിടക്കുന്നു, നിൽക്കുന്നു, ചാടുന്നു, ഉറങ്ങുന്നു, അതിൽ തന്നെ പരപ്രേരണയാൽ നടത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനെ പ്രയോജക ക്രിയ എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രയോജക ക്രിയയാണ്. ഞാൻ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്റെ പ്രേരണയാലാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലേ? ഞാനിപ്പോ ഒരു രണ്ടാമത് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ പഠിപ്പിക്കുന്നു, നടത്തുന്നു, കിടത്തുന്നു, അതേപോലെ തന്നെ വളർത്തുന്നു, ഓടിക്കുന്നു, ചാടിക്കുന്നു, ഇതെല്ലാം പ്രയോജക ക്രിയക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആയ ആ ഒരു ക്വസ്റ്റ്യൻ? യെസ്. ഓക്കെ സാർ, ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കൂ. അപ്പം ക്രിയകളെ സകർമ്മകം അകർമ്മകം എന്ന് വിഭജിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അർത്ഥം. അതായത് ഓപ്ഷൻ ഡി, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രകൃതിയുടെ അടിസ്ഥാനത്തിലല്ല, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിയകളെ സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് 2ആയിട്ട് തിരിക്കുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്? ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഉദ്ഘാടനം, 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 ഇല്ലേ? അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് തെറ്റ് തിരുത്തി എഴുതുക എന്നുള്ളത്. ഇതിനകത്ത് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. നമ്മുടെ മലയാളത്തിൽ കോടാനുകോടി പദങ്ങളുണ്ട്, അതിലേത് വേണമെങ്കിലും വരാം. നമുക്കൊരു യുക്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉച്ചാരണത്തിനനുസരിച്ച് നമ്മൾ ആ പദത്തെ എന്ത് ചെയ്യുക?
തിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഉദ്ഘാടനമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ സാർ, ആൻസർ. സാർ, ആൻസർ. നമ്മുടെ ഈ ഒരു ഉദ്ഘാടനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? തുറക്കുക, പ്രകാശിപ്പിക്കുക, ആരംഭം, ഇതൊക്കെയാണ് ഉദ്ഘാടനം എന്ന പദത്തിന്റെ അർത്ഥം. സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം സൂചിപ്പിക്കാൻ വാക്കിന്റെ അവസാനം ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേര് എന്താണ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് കത്തുന്ന ഒന്നായിരിക്കും. അർത്ഥത്തിന്റെ ഭേദകം, പ്രത്യയം, അവ്യയം, നിപാതം. ഇതിലോ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ബി. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി പ്രത്യയം, അതാണ് ഉത്തരം. അതിന്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്, അതും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേക്കാം. സാർ, നോട്ട്സ്. ഓക്കെ, നോട്ട്സ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം എന്താണ് പ്രത്യയം എന്ന് പറയാം. ഈ ഭാഷയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പ്രത്യയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രത്യയങ്ങളാണ് നമ്മുടെ അർത്ഥത്തെ അല്ലെങ്കിൽ ഒരു വാക്യത്തെ അർത്ഥപൂർണമായി നോക്കുന്നത്. ഈ പ്രത്യയത്തെ തന്നെ നമുക്ക് ലിംഗപ്രത്യയം എന്ന് പറയാം, വിഭക്തി പ്രത്യയം എന്ന് പറയാനും പറ്റും. ഇപ്പം ലിംഗപ്രത്യയം എന്ന് പറയുന്നത് ഇപ്പം ആണാണോ പെണ്ണാണോ, അതായത് പുല്ലിംഗമാണോ അഥവാ സ്ത്രീലിംഗമാണോ അതോ നപുംസലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അൻപ്രത്യയമാണ് എന്നുണ്ടെങ്കിൽ അത് പുല്ലിംഗം. അതേപോലെ അതായത് അവൻ, അൾപ്രത്യയമാണെങ്കിൽ അത് സ്ത്രീലിംഗം അവൾ, ഈ പ്രത്യയമാണെങ്കിൽ അത് സ്ത്രീലിംഗം കേമി, ഇല്ലേ? അതേപോലെ തന്നെ തു അല്ലെങ്കിൽ ത എന്ന് പറയുന്ന പ്രത്യയമാണെന്നുണ്ടെങ്കിൽ അത് നപുംസകലിംഗം. അത് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് ലിംഗം മനസ്സിലാവത്തില്ല. അതേപോലെ അമ്പ്രത്യയം വന്നാലും അത് നപുംസകലിംഗമാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് പ്രത്യയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വിഭക്തി. വിഭക്തി നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ പ്രധാനമായിട്ടും 7 വിഭക്തികളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ വിഭക്തി നിർദ്ദേശിക. ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട, ആ ഒരു തന്നേക്കുന്ന ആ ഒരു ഫോർമാറ്റ് അതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. സാർ, നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കണേ. അതായത് അടുത്തത് തന്നെ അവിടെ വിഭക്തി പ്രത്യയം എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള നോട്ടാണ് കാണിക്കേണ്ടത്. ഇപ്പം മലയാളത്തിൽ പ്രധാനമായിട്ടും 7 വിഭക്തികളാണുള്ളത്. എല്ലാ ഭാഷയിലും വിഭക്തികളുണ്ട്. സംസ്കൃതത്തിലാണെങ്കിലും ബാക്കിയുള്ള ഇതര ഭാഷകളിലെല്ലാം വിഭക്തികളുണ്ട്. അതുപോലെ നമ്മുടെ മലയാളത്തിൽ പ്രധാനമായിട്ടും 7 വിഭക്തികളാണുള്ളത്. അതായത് ഒന്നാമത്തെ വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശിക. നിർദ്ദേശികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യയം ഇല്ല. നിർദ്ദേശികയ്ക്ക് പ്രത്യയം ഇല്ല. അതായത് ഇപ്പം രാമൻ എന്ന് പറയുന്ന പദം നിർദ്ദേശിക വിഭക്തിയാണ്, അതിന് പ്രത്യയം ഇല്ല. അടുത്തത് വരുന്നത് പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹികയുടെ പ്രത്യയമായിട്ട് വരുന്നത് എ ആണ്. അതായത് രാമൻ. നമ്മുടെ അത് കാണുന്നില്ലല്ലോ, മാറിയിട്ടില്ലല്ലോ, സ്ക്രീൻ മാറിയിട്ടില്ല, കാണുന്നില്ല. സാർ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കുമോ?
ഓക്കെ, നിങ്ങൾ ആ ഇഫക്റ്റ് ഒന്ന് നോക്കണേ. ഒരു മിനിറ്റ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് വരുന്നുണ്ടേ. ഓക്കെ, നമുക്ക് നോക്കാം. നിർദ്ദേശിക്ക് പ്രത്യയമില്ല. ഉദാഹരണമായിട്ട് രാമൻ. പ്രതിഗ്രാഹികയാണ് എന്നുണ്ടെങ്കിൽ എ, രാമനെ സീതയെ. സംയോജികയാണെങ്കിൽ ഓട്, രാമനോട് സീതയോട്. ഉദ്ദേശികയാണെന്നുണ്ടെങ്കിൽ ക, ഇന്ന്, രാമന് സീതയ്ക്ക്. പ്രയോജികയാണെങ്കിൽ ആൽ, രാമനാൽ. സംബന്ധികയാണെങ്കിൽ ന്റെ, ഉടെ, രാമന്റെ സീതയുടെ. ആധാരികയാണെന്നുണ്ടെങ്കിൽ ഇൽ, കൽ, രാമനിൽ അല്ലെങ്കിൽ സീതയിൽ. ആ ഒരു രീതിക്ക് വരും. ഓക്കെ ആണോ? ഓക്കെ, ഈ ഇഫക്റ്റ് 7 ഇഫക്റ്റിയും അതിൻ്റെ പ്രത്യയവും നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ച് വെക്കണം. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിപ്രസം ആ എന്ന് ഓർത്താൽ മതി. നിപ്രസം ഉപ്രസം ആ എന്നിട്ട് ഓർക്കണം. ആദ്യം വരുന്ന, അതായത് അതിനകത്ത് 2 പ്രാ വരുന്നുണ്ട്, 2 സം വരുന്നുണ്ട്. ആദ്യം വരുന്ന പ്രാ എന്ന് പറയുന്നത് പ്രതിഗ്രാഹികയാണ്. രണ്ടാമത് വരുന്നത് പ്രയോജികയാണ്. അതിങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്രതിയെ പിടിച്ചാലേ പ്രയോജനമുണ്ടാകൂ. പ്രതിയെ പിടിച്ചാലേ പ്രയോജനമുണ്ടാകൂ. ഇതൊരു കോഡാണ്. വിഭക്തി നിങ്ങൾക്ക് ഓർഡറിൽ ഓർത്തിരുന്ന ഈ പ്രത്യയം എ, ഓട്, എന്, ആല്, എന്റെ, ഉടെ, ഇൽക്കൽന്ന് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം നിപ്രസം ഉപ്രസം ആ. ആദ്യം വരുന്ന എന്ന് പറയുന്നത് പ്രതിഗ്രാഹികയാണ്. രണ്ടാമത് വരുന്നത് പ്രയോജികയാണ്. ഓക്കെ, അടുത്തത് പിന്നെന്താണ്? 2 കുടുംബങ്ങൾ തമ്മിൽ സംയോജിച്ചാലേ സംബന്ധം നടക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യത്തേത് സംയോജിക, രണ്ടാമത്തേത് സംബന്ധിക, അവസാനം ആധാരിക. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണ്. വിഭക്തി നിങ്ങൾ പഠിച്ചു വെക്കുക. സാർ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് കാണിക്കാമോ? സർ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്താ ടീച്ചറെ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്നോ? ആ ക്വസ്റ്റ്യനോ? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി വന്നേക്കുന്നതൊക്കെ എന്താണ് എന്ന് നോക്കാം. ഇതിനകത്ത് ഭേദകം എന്ന് പറയുന്നത് വിശേഷണമാണ്. ഭേദകം എന്ന് പറഞ്ഞാൽ അതായത് മിടുക്കനായ കുട്ടി, ചാടുന്ന പൂച്ച അല്ലെങ്കിൽ മണികെട്ടിയ പൂച്ച, ഒന്നിന് കൊടുക്കുന്ന വിശേഷണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭേദകം എന്ന് പറയുന്നത്. അടുത്ത അവ്യയം എന്ന് പറയുന്നത്, അവ്യയം എന്ന് പറഞ്ഞാൽ അവ രൂപം കൊണ്ട് വിനേച്ചങ്ങളോ ക്രിയകളോ എന്നാൽ ആവാം. പക്ഷെ അവയെന്ന് പറയുന്നത് വാചകം ദുഷിച്ചുണ്ടാകുന്ന ദ്യോതകങ്ങളാണ്. അതായത് കൊണ്ട്, കുറിച്ച്, നിന്ന് അങ്ങനെയൊക്കെ വരുന്നവയാണ് അവ്യയം. പിന്നെ നിപാതം എന്ന് പറയുന്നത് 2 വാക്കുകളെയോ 2 വാക്യങ്ങളെയോ ഒക്കെ ബന്ധിപ്പിക്കുന്നതിനെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ രാമനും രാധയും. അവിടെ എന്ന് പറയുന്ന പ്രത്യയം ഉപയോഗിച്ചുകൊണ്ടാണ് ആ പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ക്ലിയർ ആണേ? അത് ഈ അവ്യയം ഒന്നും കൂടി ക്ലിയർ ആക്കി തരുമോ? അവ്യയം എന്ന് പറയുന്നത് അവ രൂപം കൊണ്ട് വിനേച്ചങ്ങളായിരിക്കും. അതായത് നമുക്കത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നും അത് വിനേച്ചമാണ് എന്ന്. വിനേച്ചം എന്താണെന്നറിയാലോ? പറ്റുവിനയുടെ വിഭാഗത്തിൽ പെടുന്നത്. അതായത് വാക്യത്തിൽ ക്രിയകൾക്കോ നാമങ്ങൾക്കോ ഒക്കെ
വിശേഷണമായി അപ്രധാനമായി നിൽക്കുന്ന ക്രിയയാണ് നമ്മൾ പറ്റുവിന എന്ന് പറയുന്നത്. ആ ക്രിയയെ തന്നെ വിനേച്ചെന്നും പേരച്ചെന്നും രണ്ടായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഈ അവ്യയങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? ആ അവ്യയങ്ങൾ എന്ന് പറയുന്നത് വിനേച്ചങ്ങളാണ്, അല്ലെങ്കിൽ ക്രിയയുടെ വിഭാഗത്തിൽ വരുന്നതാണ് എന്ന് പറയാം. പക്ഷെ അവ അർത്ഥപൂർണ്ണ ദ്യോതകങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് ആണ്. അങ്ങനെ വരുന്ന വാക്കുകളെയാണ് നമ്മൾ അവ്യയം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കണക്റ്റിംഗ് വേർഡ്സ്. ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36. വായനയുടെ ഉപനിഷത്ത് എന്ന കൃതിയുടെ രചയിതാവ് ആര്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായനയുടെ ഉപനിഷത്ത് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആര്? ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഡി ആണോ? ബാലചന്ദ്രൻ വടക്കേടത്ത്. ഓക്കെ, ബാലചന്ദ്രൻ വടക്കേടത്താണ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ആരുടെയെങ്കിലും ഇതേപോലുള്ള കൃതികൾ ഒക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അത്ര പ്രശസ്തരല്ലാത്ത എങ്കിൽ സമകാലികത്തിൽ എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളതോ അങ്ങനെയുള്ളവരുടെയൊക്കെ കൃതികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യം ഇതിനകത്ത് എന്ത് ചോദിക്കും എന്ന് നമുക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പം ബാലചന്ദ്രൻ വടക്കേടത്ത് എന്ന് പറയുന്നത് നമുക്കത്ര പ്രശസ്തനായിട്ടുള്ള കൃതിയൊന്നുമല്ല. ഇപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ വേറെ കൃതികൾ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആനന്ദമീമാംസ കേട്ടിട്ടുണ്ടോ? ഇല്ല. വാക്കിന്റെ സൗന്ദര്യശാസ്ത്രം, രമണൻ എങ്ങനെ വായിക്കരുത്, അർത്ഥങ്ങളുടെ കലഹം. ഇദ്ദേഹം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ നിഷേധത്തിന്റെ കലയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പിന്നെ കൃതികളെയൊക്കെ വിമർശിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ രചനകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം സമകാലികമായിട്ട് ഇദ്ദേഹം നമ്മുടെ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത്ര പ്രശസ്തനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തതാ. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയ കുറ്റിപ്പുഴ അവാർഡൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വി.സി. ശ്രീജൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആശാ മേനോനും കെ പി അപ്പനും ഒക്കെ, നിങ്ങൾ കെ പി അപ്പനൊക്കെ നിരൂപക വിഭാഗത്തിൽ പെടുന്ന വ്യക്തികളാണ്. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹാ പുഷ്പമേ, ഇവിടെ ഹാ എന്നത് ഏത് വ്യാകരണ വിഭാഗത്തിൽ പെടുന്നു? അതിനു മുമ്പ് ഈ ഹാ പുഷ്പമേ, ഈ ക്വസ്റ്റ്യൻ വന്ന് എവിടെ നിന്നായിരിക്കും എന്നൊരു ഊഹം ഉണ്ടോ? എവിടെ നിന്നായിരിക്കും ഹാ പുഷ്പമേ? എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്, പരിചയമുള്ള ക്വസ്റ്റ്യനാ. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ ഇതെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കേ നീ. എവിടെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തനായ കവി ONV കുറുപ്പിന്റെ വീണപൂവ് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്നത്. ഇതിന്റെ ട്രാൻസ്ലേഷൻ നടന്നിട്ടുണ്ട് ദ ഫാളൻ ഫ്ലവർ എന്ന പേരില്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നമുക്കതല്ല ക്വസ്റ്റ്യൻ. ഇവിടെ ഹാ എന്നത് വ്യാകരണത്തിലെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇപ്പം അവിടെ കുറെ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദ്യോതകം, ഗതി, വ്യാക്ഷേപകം, ഘടകം. സാർ ഞാൻ അവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട് 37ാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, ഇപ്പം തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഈ ദ്യോതകം എന്ന് പറയുന്നത്
സ്വതന്ത്രമായി നിലനിൽപ്പില്ലാതെ വാചകത്തെ ആശ്രയിച്ച് നിൽക്കുന്നതിനെയാണ് നമ്മൾ ദ്യോതകം എന്ന് പറയുന്നത്. അത്തരം ദ്യോതകങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് എന്തുണ്ടാകില്ല? ഇത്തരം വാചകങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പുണ്ടാകില്ല. അവ എന്താണ്? മറ്റ് വാചകങ്ങളെ ആശ്രയിച്ചായിരിക്കും നിൽക്കുന്നത്, ഇല്ലേ? എന്നിട്ട് ഇതിന് പ്രധാനമായിട്ടും 2 വകഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് അവ്യയം, മറ്റൊന്ന് നിപാതം എന്ന് പറയുന്നത്. അവ്യയം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാചകം ദുഷിച്ചുണ്ടാവുന്ന ദ്യോതകങ്ങൾക്കാണ് നമ്മൾ അവ്യയം എന്ന് പറയുന്നത്. എന്നിട്ട് ഉദാഹരണമായിട്ട് കൊണ്ട്, കുറിച്ച്, നിന്ന് ഇതിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിപാതം എന്ന് പറയുന്നത് 2 വാക്കുകളെയോ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ നിപാതം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉദാഹരണമായിട്ട് രാമനും രാധയും, അതായത് രാമൻ രാധ എന്ന പദങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? എന്ന് പറയുന്ന ആ ഒരു ഘടകം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി ദ്യോതകത്തെ നമ്മൾ പ്രധാനമായിട്ടും 3 തിരിക്കുന്നു. ആ 3 തിരിവാണ് ഗതി, ഘടകം, വ്യാക്ഷേപകം. അത് ഞാൻ അതിനകത്ത് ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. ഈ ഗതി എന്ന് പറയുന്നത് വിഭക്തിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗതി എന്ന് പറയുന്നത്. ഉദാഹരണം, ഗതി പ്രധാനമായിട്ടും നമ്മുടെ നാമത്തിന്റെ കൂടെ ആയിരിക്കും ചേർന്ന് നിൽക്കുന്നത്. ഇപ്പം വീട്ടിൽ നിന്നു പോയി, ഇവിടെ എന്താണ്? വീട്ടിൽ നിന്നു പോയി. ഇവിടെ നിന്നു എന്ന ശബ്ദം പോയി എന്ന ക്രിയയെ കുറച്ചുകൂടി ഉറപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ നന്നായി പഠിച്ചു. അവിടെ നന്നായി എന്ന പദം കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടെ ആ പഠിച്ചു എന്നതിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഘടകം. ഘടകം എന്ന് പറയുന്നത്, ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വാക്കിനെയോ ഒരു വാക്യത്തെയോ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് ഘടകം. രാമനും സീതയും, അവിടെ എന്ന് പറയുന്ന കണ്ണിയാണ് അവയെ തമ്മിൽ ബന്ധിപ്പിച്ച് നിൽക്കുന്നത്. പിന്നെ വ്യാക്ഷേപകം. വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം. ഇത് പ്രധാനമായും നമ്മുടെ വാചിക സംസാരത്തിലാണ്. നമ്മുടെ ഭാഷയെ നമ്മൾ പ്രധാനമായിട്ടും 3 തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ലിഖിത ഭാഷ, വാചിക ഭാഷ, ആംഗിക ഭാഷ. ഇതിൽ ലിഖിത ഭാഷ എന്ന് പറയുന്നത് സാഹിത്യ ഭാഷയാണ്. നമ്മൾ എഴുത്തുകൾക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ്, അതായത് ലേഖനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെയുള്ള കാര്യങ്ങൾക്ക്, നിരൂപണങ്ങൾക്ക്, വിമർശനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ് ലിഖിത ഭാഷ. പിന്നെ നമ്മൾ ചെറുകഥ, കഥയിലേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ വാചിക ഭാഷ ഉപയോഗിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്തെന്ന് പറയുന്നത്? വാചിക ഭാഷ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എന്ത് എന്ന് പറയുന്നത് ലിഖിത ഭാഷയാണ്. ആ എന്ത് എന്ന് പറയുന്ന ലിഖിത ഭാഷയ്ക്ക് നമ്മുടെ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇപ്പം എന്തര്, എന്തോന്ന്, എന്നതാ, എന്തൂട്ട, എന്ന, അങ്ങനെ വിവിധ തരത്തിൽ നമ്മുടെ സ്ലാങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്, ഇല്ലേ? അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാചിക ഭാഷ. അപ്പം അയ്യോ, ആഹാ, കഷ്ടം, ആ, ഹാ, ഇതൊക്കെ എന്തിന് വരുന്നതാ? വ്യാക്ഷേപങ്ങളിൽ വരുന്നതാ. അപ്പം നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്തുവാ? വ്യാക്ഷേപകം. ഹാ പുഷ്പമേ എന്ന പദത്തിനകത്ത് ഹാ എന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെയാ? എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഓക്കെ, വ്യാക്ഷേപത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്തത് വീണ്ടും എന്ത് ക്വസ്റ്റ്യൻ ആണ്? ശരിയായ പദം എഴുതുക. ഇപ്പം 2 ക്വസ്റ്റ്യൻ ആണ് വന്നത് യുക്തിപരമായിട്ട്. ഇവിടെ ഏതാ? പ്രസ്താവന, വിദ്യാർത്ഥി, ആശ്ചര്യം, ദാർഢ്യം. ഏതാ ശരിയായിട്ടുള്ളത് വരുന്നത്? ആശ്ചര്യമാണ് വരുന്നത്. പ്രസ്താവനയ്ക്ക് തായാണ്, വിദ്യാർത്ഥിക്ക് ദാ മാത്രമേ വരുന്നുള്ളൂ. ആശ്ചര്യം കറക്റ്റ്. ദാർഢ്യം എന്ന് പറയുന്നത്
തെറ്റാണ്. അപ്പം ആൻസർ ഏതാ വരുന്നത്? ആശ്ചര്യം എന്നതാണ് ആൻസർ. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആർച്ച് ഡിക്കൻ കോശിയുടെ പുല്ലേലിക്കുഞ്ചു ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക? വിദ്യാവിലാസിനി, ജ്ഞാനനിക്ഷേപം, വിദ്യാവിനോദിനി, ഭാഷാപോഷിണി. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ മാസികയെ കുറിച്ച്? നമ്മുടെ മലയാളത്തിലെ ഭാഷാപോഷിണി കേട്ടിട്ടുണ്ട്. ഭാഷാപോഷിണി കേട്ടിട്ടുണ്ട്. വിദ്യാവിനോദിനി കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, വിദ്യാവിനോദിനി കേട്ടിട്ടില്ല. പോട്ടെ, ആദ്യകാല മാസികകളിൽ പെടുന്നതാണ്. അപ്പം നമ്മുടെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജ്ഞാന നിക്ഷേപം ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ജ്ഞാന നിക്ഷേപം ആണ്. നമ്മുടെ ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ, അതായത് മിഷണറിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത്, ആ സമയത്താണല്ലോ അവരവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ടും മറ്റുമാണ് ഇവിടെ ആദ്യമായിട്ട് സാഹിത്യമൊക്കെ തുടങ്ങുന്നത്, അച്ചടി ഭാഷ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് 1800-കളില, കറക്റ്റ് വർഷം ഞാൻ ഓർക്കുന്നില്ല, ബെഞ്ചമിൻ ബെയ്ലിയാണ് ഈ പറയുന്ന ജ്ഞാനനിക്ഷേപം എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത്. ആദ്യ മലയാള പ്രസിദ്ധീകരണമാണ് ഏതെന്ന് പറയുന്നത്. അതായത് ഒരു പ്രസ്സിൽ അച്ചടിച്ച് വന്ന ആദ്യ മലയാള പ്രസിദ്ധീകരണമാണ് ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത്. അതാണ് ജ്ഞാന നിക്ഷേപത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്ന ഈ ഒരു മാസികയുടെ തുടക്കം എന്ന് പറയുന്നത്. അന്ന് അതിനകത്ത് ഈ മതപരമായ സംഭവങ്ങളും അതുപോലെ തന്നെ അന്ന് നമ്മുടെ തിരുവിതാംകൂർ സർക്കാരിന്റെ ഭരണമായിരുന്നു. അവരുടെ ഉത്തരവുകൾ, അതേപോലെ തന്നെ സാമൂഹികപരമായിട്ട് നിലനിന്നിരുന്ന വിഷയങ്ങളൊക്കെ ആയിരുന്നു വന്നത്. പിന്നീട് ഈ പുല്ലേലിക്കുഞ്ചു എന്ന് പറയുന്ന നോവല് നമ്മുടെ ഇപ്പോഴത്തെ മാസികകളിലൊക്കെ വരുന്നത് പോലെ ഈ ലക്കം ബൈ ലക്കമായിട്ട് വരുമല്ലോ, പരമ്പര എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. ക്ലിയർ ആണേ? ഓക്കെ. പിന്നെ അതിന് കുറേ ശേഷമാണ് ഇതിനകത്ത്, അതായത് ചെറിയ ചെറിയ കഥകൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യകാല മാസികകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നെറ്റിനകത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇതിന് ശേഷമാണ് ഈ പറയുന്ന വിദ്യാവിനോദിനി എന്ന് പറയുന്ന മാസികയുടെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു അച്ചടിയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? ക്രിയ ചെയ്യുന്ന വ്യക്തി ആരാ? ക്രിയ ചെയ്യുന്ന വ്യക്തി കർത്താവ്. ക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് കർത്താവ് എന്ന് പറയുന്നത്, ഇല്ലേ? ഉള്ളടക്കം നികീർണക കർത്തൃകം, കാരിതം, അകാരിതം, പ്രയോജകം. നേരത്തെ നമ്മൾ കാരിതവും അകാരിതവും പ്രയോജകവും എന്താണെന്ന് ചർച്ച ചെയ്തതാ. അതായത് ക്രിയയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, കേവല ക്രിയയും പ്രയോജക ക്രിയയും. ആ കേവല ക്രിയ എന്ന് പറയുന്നത് സ്വയം അർത്ഥമുള്ളതാണ്. പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ക്രിയയ്ക്ക് സ്വയമായിട്ട് അർത്ഥമൊന്നും ഇല്ല. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു, നടത്തുന്നു, ഇപ്പൊ പഠിപ്പിക്കുന്നു, ഇല്ലേ? പിന്നെ ഈ കേവല ക്രിയയെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, കാരിത ക്രിയയും അകാരിത ക്രിയയും. ഈ ക്രിയാപദത്തിൽ ഇക്കു എന്ന അക്ഷരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് കാരിതം എന്ന് പറയുന്നത്. അതായത് നോക്കുന്നു. ഇക്കു 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 എന്നത്
പ്രാധാന്യം കൊടുക്കുന്നതാണ് കാരിതക്രിയ. ഇക്കുവിന് പ്രാധാന്യമില്ലാത്തത് അകാരിതം. അതായത് അതിനകത്ത് ഇക്കു എന്ന അക്ഷരം മറയുന്നു, കാണുന്നു, ഇതൊക്കെ എന്താണ്? അകാരിത ക്രിയയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ക്രിയയിൽ കർത്താവിന് കൂടി പ്രാധാന്യം നൽകുന്നത് എന്തായിരിക്കും? നികീർണക കർത്തുകമാണ്. നികീർണ കർത്തുകത്തിലാണ് കർത്താവിന് പ്രാധാന്യം നൽകുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാത്തിലും അക്ഷരങ്ങൾക്കാണ് പ്രാധാന്യം, അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. സാർ, ക്വസ്റ്റ്യൻ നമ്പർ 41. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തൂലികാനാമം. തൂലികാനാമം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അത് എവിടുന്ന് ചോദിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആരെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ കൂടുതലും ടെക്സ്റ്റ് ബുക്കുമായിട്ട്, അതായത് ടെക്സ്റ്റ് ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം തൂലിക നാമങ്ങൾ പഠിച്ചു വെക്കുക. നമുക്കിവിടെ തന്നതിനകത്ത് എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്ന് പറയുന്നത് എൻ കെ ദേശം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. എൻ കെ ദേശം എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എൻ കുട്ടിക്കൃഷ്ണപിള്ളയാണ്. പിന്നെ എം കെ മേനോനാണ് വിലാസിനി. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അത് എം കെ മേനോനാണ്. പിന്നെ പി സി കുട്ടിക്കൃഷ്ണൻ നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. ആരാ പി സി കൃഷ്ണൻ എന്ന് പറയുന്നത്? പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം എന്താ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഉറൂബാണ് ആരെന്ന് പറയുന്നത്. ഓക്കെ, കേട്ടോ. ഉറൂബാണ് ഏത് തൂലികാനാമം? പി സി കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ തന്നേക്കുന്നത് എ അയ്യപ്പനാണ്. എ അയ്യപ്പനല്ല, എ അയ്യപ്പൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് തൂലികാനാമത്തിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികളെ അടങ്ങുന്ന ആ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. പോരെ? അത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോകരുത്. പറ്റുന്നത്ര വ്യക്തികളെ തൂലികാനാമങ്ങൾ പഠിച്ചുകൊണ്ടേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് പോകാവൂ? എക്സാമിന് വേണ്ടിയിട്ട്. എന്താ പറഞ്ഞേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ നമ്പർ 42. താഴെ പറയുന്നവയിൽ അതിര് എന്ന വാക്കിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? അതിര് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ നോട്ടത്തില് ജസ്റ്റ് നമുക്കിങ്ങനെ പര്യായ പദങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതിർത്തി. അതിർത്തി എന്താണ്? അതിരാണ്. അതുപോലെ സീമ ഇല്ലേ? സീമ എന്ന് പറയുന്നതും അതിരാണ്. പരിധി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിനും ഒരു പരിധി വേണമെന്ന് പറയും ഇല്ലേ? അത് അർത്ഥം എല്ലാത്തിനും ഒരു അതിര് വേണം, അതും അതിരാണ്. നിഖിലം എന്ന പദത്തിന്റെ അർത്ഥം സർവം എന്നാണ്. അപ്പം അതിന്റെ അർത്ഥം അല്ലാത്തത് ഏതാ? പര്യായം അല്ലാത്തത് ഏതാ? നിഖിലമാണ് പര്യായം അല്ലാതെ വരുന്നത്. ഓക്കെ, ഇതേപോലെ പറ്റുന്നത്ര പദങ്ങളുടെ സർവം സർവം പറ്റുന്നത്ര പര്യായ പദങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുക. കാണാതെ പഠിക്കണം എന്നല്ല, കഴിയുന്നത്രയും നിങ്ങളൊന്ന് വായിച്ചു വെച്ചുകൊണ്ട് പോവുക പര്യായ പദങ്ങൾ. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ നമ്പർ 43. താഴെ പറയുന്നവയിൽ താലവ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരം ഏത്? നിങ്ങൾ അതിനു മുമ്പ്
ഈ താലവ്യം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? താലവ്യം എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാ നിങ്ങൾ കേട്ടിട്ടുള്ളത്? അതായത് നമ്മുടെ മലയാളത്തില് ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ താലവ്യം എന്ന പദമൊക്കെ കേട്ടിട്ടുള്ളത്? ഓക്കെ, ഉച്ചാരണവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ താലവ്യം എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളൊരു വാക്ക് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു അക്ഷരം പറയുന്നത് എങ്ങനെയാ? എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്? അക്ഷരം എന്ന് ഉദ്ദേശിക്കുന്നത് വാക്കാണോ? നമ്മളൊരു വാക്ക് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ അവയവങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്? അക്ഷരങ്ങൾ. നമ്മുടെ നാവ് ഉപയോഗിക്കുന്നുണ്ട്. അക്ഷരങ്ങൾ അതുപോലെ നാവ് നമ്മളെ ഇങ്ങനെ പല്ലുകളായിട്ടുള്ള ടച്ച് ചെയ്യുന്നില്ലേ? പല്ലുകളായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഉച്ചാരണം നടത്തുന്ന സമയത്ത് നമ്മുടെ നാവ് എവിടെയൊക്കെ പോയി തട്ടുന്നു എന്ന രീതിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മലയാള അക്ഷരങ്ങളെ എല്ലാം തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നാവിന്റെ ഭാഗം എവിടെയൊക്കെയാണോ തട്ടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ തിരിച്ചേക്കുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടും തിരിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 6 തരത്തിലാണ്. കണ്ഡ്യം, താലവ്യം, മൂർധന്യം, വത്സ്യം, ദന്ത്യം, ഓഷ്ട്യം. ഈ പേര് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും പേരുകള് നിങ്ങൾക്കിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. ഇതേപോലെ കുറച്ച് അക്ഷരങ്ങൾ ഞാൻ പറയാം. ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ അതിനകത്തൊരു സ്ലൈഡിനകത്ത് തരാം. ആ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഡീപ്പായിട്ടൊന്നും പഠിക്കാൻ പോകണ്ട. കണ്ട വിഭാഗത്തിൽ, അതായത് തൊണ്ട കൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്നത് ക, ഇക്ക, ഗ, ഇക്ക, ങ. ആദ്യത്തെ ആ ഒരു വ്യഞ്ജന വിഭാഗമായിട്ടുള്ള കായ്ക്ക, കായ്ക്ക, ങായുണ്ട്. അതിൻ്റെ കൂടെ ആ എന്ന അക്ഷരം കൂടെ വരും. നമ്മുടെ സ്വരത്തിലെ ആ എന്ന അക്ഷരം കൂടെ വരുന്നുണ്ട്. ഓക്കെ ആണേ. അടുത്തത് താലവ്യം, അതായത് നാവ് സ്പർശിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ. ച, അതിന്റെ നിങ്ങൾ നോട്ട് ഞാനിപ്പോ പറയുമ്പം അതാണ്ട് സ്ക്രീനിൽ കാണാം, നോക്കിയാൽ മതി. ച, ഇച്ച, ജ, ച, ഞ. അതുകൂടാതെ ഈയും ഷായും യായും കൂടി വരും. പിന്നെ മൂർധന്യം എന്ന് പറയുന്നത് നിശ്വാസവായു തടസ്സപ്പെട്ട് ഉച്ചരിക്കുന്നതാ. ഠ, ഇട്ട, ഡ, ഇട്ട, ണ. അതിന്റെ കൂടെ റും ഷായും കൂടെ വരും. വത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് മൂർധന്യത്തിനും ദന്ത്യത്തിനും ഇടയിലുള്ള ആ ഒരു ഭാഗത്ത് കൊണ്ട് പറയുന്നതാണ്. അതായത് ര, ല, ഴ, റ്റ, ആ. ദന്ത്യം എന്ന് പറയുന്നത് പല്ലിൽ വായുവിന് തടസ്സം സംഭവിക്കുന്നതാ. അത് തായ്ത്ത, ദായ്ത്ത, ന. തവർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഓഷ്ട്യം എന്ന് പറയുന്നത് ചുണ്ടിൽ വായു തടസ്സം സംഭവിക്കുന്നത്. പ, ഇഫ, ബ, മ, അതേപോലെ ഉ, വ. ഇത് കൂടാതെ കുറേ അക്ഷരങ്ങൾ കുറേ വിഭാഗത്തിൽ പെടുന്ന വേറെ ഉണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇത് ഇത്രയും പഠിക്കുക. നിങ്ങൾ ഇതിന്റെ എന്തുകൊണ്ട് എന്നും പഠിക്കണ്ട, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. കണ്ഡ്യം, താലവ്യം, മൂർധന്യം, വത്സ്യം, ദന്ത്യം, ഓഷ്ട്യം. നമ്മൾ പറയത്തില്ലേ, നമുക്കിപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കുറെ നിയമങ്ങളൊക്കെ തന്നിട്ട് ഇത് നിങ്ങളങ്ങ് കാണാതെ പഠിച്ചു വെക്കണം, ഇത് ഇതേപോലെ തെറ്റാതെ എഴുതണം എന്ന് പറയത്തില്ലേ, അതുപോലെ കാണാതെ പഠിച്ചു വെക്കുക. കണ്ഡ്യം ക, ഇ, ഖ, ഗ, ങ, ആ. താലവ്യം ച, ഇച്ച, ജ, ഇച്ച, ഞ, ഈ, ഷ, യ. അതേപോലെ മൂർധന്യം ഠ, ഇട്ട, ഡ, ഇട്ട, ണ, റ, ഷ. അങ്ങനെ പഠിച്ചു വെക്കുക. അപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ഏതാ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ക്വസ്റ്റിനകത്ത് താലവ്യത്തിനകത്ത് ആ തന്നിരിക്കുന്നതില് താലവ്യ വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഏതാ? ജ എന്ന അക്ഷരമാണ്. ഇഖ എന്ന് പറയുന്ന അക്ഷരം ഏത് വിഭാഗത്തിലാ പെടുന്നത്? ഖണ്ഡ്യ വിഭാഗത്തിലാണ്. ആ എന്ന അക്ഷരവും
ആ ഖണ്ഡ്യത്തിന്റെ തന്നെയാണ്. മൂർധന്യ വിഭാഗത്തിലാണ് ദ എന്ന അക്ഷരം പെടുന്നത്. ഓക്കെ ആണ്. കാണാതെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എഴുതാവേ. യെസ്, ഓക്കെ, ക്ലിയർ ആയേ? ക്ലിയർ. ഓക്കെ. ഇനി അടുത്ത 44ാമത്തെ ക്വസ്റ്റ്യൻ. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു തരുണന്റെ കഥ എത്ര പഴകി, ഈ വരികളിലെ അലങ്കാരം എന്ത്? നിങ്ങള് മലയാളത്തിലെ അലങ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഇംഗ്ലീഷിൽ നിങ്ങൾ മെറ്റഫർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? നമ്മൾ ABBCC എന്നൊക്കെ പറഞ്ഞ് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ തിരിച്ചെഴുതിയിട്ടില്ലേ? വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലും കുറേ അലങ്കാരങ്ങളുണ്ട്. ആ അലങ്കാരം പഠിക്കാനാണെങ്കിൽ നമ്മുടെ കേരളപാണിനിയൊക്കെ നമ്മുടെ കേരളപാണിനിയൊക്കെ അലങ്കാരത്തിന് ഒന്ന് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, പറയട്ടെ. ഇപ്പം ഒരു കാവ്യത്തിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത്. അലങ്കാര ശാസ്ത്രത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? അതായത് കാവ്യത്തെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു അലങ്കാര ശാസ്ത്രം എന്ന് പറയുന്നത്. അതിനകത്ത് സാഹിത്യശാസ്ത്രം വരുന്നുണ്ട്, കാവ്യശാസ്ത്രം വരുന്നുണ്ട്. അലങ്കാര ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അലങ്കാരത്തെ കുറിച്ചൊന്നും നമ്മൾ അലങ്കാരം എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ട് അലങ്കരിച്ചാണ് അത് കൊണ്ടുവന്നേക്കുന്നത്. അത് നമ്മൾ എന്ത് കാണുമ്പോഴാണ് സൗന്ദര്യം വർദ്ധിച്ച് കാണുമ്പോഴല്ലേ പറയുന്നത്. അപ്പൊ അലങ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് എന്നൊരു അർത്ഥമാണ്. ഇതിനകത്ത് ശബ്ദാലങ്കാരം തൊട്ട് രസം വരെയുള്ള, അതായത് രസം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്ത് രസമാണെന്ന് മനസ്സിലായല്ലോ? നവരസങ്ങൾ. ഓക്കെ, ഇത് ഇത്രയും എന്ത് വിഭാഗത്തിലാണ് പെടുന്നത്? അലങ്കാര വിഭാഗത്തിലാണ് പെടുന്നത്. ഇപ്പം അലങ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു പുസ്തകമായിരിക്കും എന്തെന്ന് പറയുന്നത്? ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലാണ് അലങ്കാരത്തിന് കൃത്യമായിട്ടുള്ളൊരു കൊടുത്തേക്കുന്നത്? നിർവചനം കൊടുത്തേക്കുന്നത്. ഭരതമുനി കൂടാതെ ഭാമഹന്റെ കാവ്യാലങ്കാരം, പിന്നെ കാവ്യാദർശമുണ്ട്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ കൂടുതൽ എന്താക്കുന്നില്ല. പിന്നെ കാവ്യമീമാംസയുണ്ട്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ കൂടുതൽ അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളെ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അതിനകത്ത് കൊടുത്തേക്കുന്ന ഉദാഹരണങ്ങൾ എന്താണ് എന്ന് മാത്രം നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കിടക്കുന്നത് തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ഒന്നാമതായിട്ട് കിടക്കുന്നതാണ് ഉദാത്തം. എന്താണ് ഉദാത്തം എന്ന് നമുക്ക് നോക്കാം. ഉദാത്തം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഐശ്വര്യം, സംതൃപ്തി, അതേപോലെ തന്നെ സ്ഥിരത, ഇതേപോലെയുള്ള ഉത്തമമായിട്ടുള്ള, ഉദാത്തം എന്ന് പറഞ്ഞാൽ ഉത്തമം എന്നതാണ് അർത്ഥം. ഉത്തമമായിട്ടുള്ള പദങ്ങൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നന്മ, ദയ, സ്നേഹം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉദാത്തമായ അലങ്കാരം. ഉദാത്ത അലങ്കാരത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ. അത് കഴിഞ്ഞ കാലത്തിൽ നടന്നതാവാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാകാം, അല്ലെങ്കിൽ ഇനി നടക്കാൻ ഉള്ളതും ആകാം. ഇതിന് പുരാവൃത്ത പരമാശ മുദാത്തം ശ്രീ സമൃദ്ധിയും ഇതൊക്കെ എന്താണ് എന്ത് കൊടുത്തിട്ടുള്ളതാണ്? ഈ ഉദാത്ത അലങ്കാരത്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം ഉദാഹരണമായിട്ട് കുരുപാണ്ഡവ വീരന്മാർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കൃതിയിലെ വരികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ കാര്യങ്ങൾ മാത്രം ചേർന്നതാണ് ഉദാത്തം. ഇത്ര മാത്രം നിങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഇനി അടുത്ത ഉൽപ്രേക്ഷ. ഉൽപ്രേക്ഷ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
ഉൽപ്രേക്ഷ എന്ന് പറഞ്ഞാൽ ഊഹിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പം നല്ലതിനെ ചീത്തയായിട്ട് കാണുന്നു, പിന്നെ ഒന്നിനെ ഒന്നിനോട് ഉപമിക്കത്തില്ലേ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള ഒരാൾ വരുമ്പോൾ ഒരു ആജാനബാഹു വരുന്നു, അല്ലെങ്കിൽ ഒരു പർവ്വതം ഇതാ വരുന്നു എന്നൊക്കെ പറയത്തില്ലേ. അല്ലെങ്കിൽ എന്താണ്, നിന്റെ കണ്ണുകൾ എനിക്ക് നക്ഷത്രങ്ങളെ പോലെ തോന്നുന്നു എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പം പല കവിത, ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒക്കെ കവിതകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പം ആ ഒരു കാമുകിയുടെ കണ്ണിനെയും കവിളിനെയും മുടിയെയും എല്ലാം എന്താണ് മറ്റൊന്നിനോട് ഉപമിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പൊ വീണപൂവിലാണെങ്കിലും കുമാരനാശാൻ എന്തു പറയുന്നത്, ഹാ പുഷ്പമേ, താഴെ കിടക്കുന്ന ഒരു പുഷ്പത്തെ നോക്കിയിട്ട് പറയാ, നീ ഒരു രാജ്ഞിയെ പോലെ ആയിരുന്നു ഇല്ലേ. ആ ഒരു വെറും ഒരു പുഷ്പത്തിന് എന്തിന്റെ സ്ഥാനം കൊടുക്കുകയാണ്, ഒരു രാജ്ഞിയുടെ സ്ഥാനം കൈവന്നിരുന്ന വ്യക്തിയായിരുന്നു നീ എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അതാണ് ഉൽപ്രേക്ഷ എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് എന്താണ് രൂപകം. രൂപകം എന്ന് പറയുന്നത് സാമ്യോക്തി വിഭാഗത്തിൽ പെടുന്നതാണ്. മറ്റൊന്നിനോട് സാദൃശ്യം കൽപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ മറ്റൊന്നിനോട് സാമ്യം കൽപ്പിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, രൂപകം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നമുക്ക് എന്താണ് കാവ്യലിംഗം എന്ന് നോക്കാം. കാവ്യലിംഗം എന്ന് പറയുന്നത് അലങ്കാര വിഭാഗത്തിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. കാര്യം പറയുന്നതോടുകൂടി എന്ത് പറയുന്നുണ്ട്, അതിന് കാരണമായിട്ടുള്ള വസ്തുത കൂടി പറയുന്നതാണ്. കേട്ടോ, എന്താ പറഞ്ഞേക്കുന്നത്, ഹേതുവാക്യ പദാർത്ഥങ്ങളാവുകിൽ കാവ്യലിംഗമയം. അതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം പറയുമ്പം അതിന്റെ കൂടെ എന്തും കൂടി പറയുന്നുണ്ട്, കാരണം പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കന്ദർപ്പ നീ കളിക്കേണ്ട, മന്ദ ഞാൻ ശിവഭക്തനാം. എന്താ പറയുന്നത്, എടാ നീ എൻ്റെ അടുക്ക് കളിക്കണ്ട, അതിന്റെ കാരണം എന്താ, ഞാൻ ശിവന്റെ ഭക്തനാണ്. എൻ്റെ അടുക്ക് കളിച്ചാൽ അതിന്റെ കൂലി നിനക്ക് ആര് തരും എന്നാണ് പറയുന്നത്, ഭഗവാൻ തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, എന്താ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നേക്കുന്നത്, അറിയാതെ ജനനിയെ പരിണയിച്ചൊരു ഏവതരുണന്റെ കഥയെത്ര പഴകി. ഇവിടെ എന്താ ഉപയോഗിച്ചേക്കുന്ന, ഏതലങ്കാരവാ, ഏതലങ്കാരം ഉപയോഗിച്ചേക്കുന്നത്, ഉദാത്തം. ഉദാത്തം. ഇവിടെ ദയയെ കുറിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബി ശിനിലാലിന്റെ രചന അല്ലാത്ത കൃതി ഏത്. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണോ, ജി ശിനിലാൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. മലയാളത്തിൽ ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് ഇദ്ദേഹം. ഇത് ചോദിക്കാനുള്ള കാരണം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിന് 2022 കേരള സാഹിത്യ പുരസ്കാരം ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു നോവലിന് കിട്ടി. ആ ഒരു റീസൺ കൊണ്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഒരുപാട് പുരസ്കാരങ്ങളുണ്ടല്ലോ, അത് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ എടുത്ത് നോക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് 2022 എന്ത് പുരസ്കാരം കിട്ടിയത്, കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് കൃതികളെ ഇദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അതിനകത്ത് ചുരുക്കം ചിലതാണ് ബുദ്ധപദം, കേട്ടിട്ടുണ്ടോ? ഉദൽ കൗതുകം, പിന്നെ കേട്ടിട്ടുണ്ടോ? ചെരിസഭ അരുവി അഥവാ ഒരു ജലയാത്ര. ഇതൊക്കെയാണ്
ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ കൃതി അല്ലാത്ത ഏതാണ്? സമ്പർക്കക്രാന്തി നമ്മളിപ്പോ പറഞ്ഞു, ഉടൽ കൗതുകം നമ്മൾ പറഞ്ഞു, ഗരിസഭ അരുവി അഥവാ ഒരു യാത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാത്തത് ഏതാണ്? പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ? കൊറേ ആൾക്കാര് മൈക്ക് ഓൺ ആക്കിയോണ്ട് ക്ലിയർ ആവുന്നില്ല. ആ മൈക്ക് ഓൺ ആക്കിയവരൊക്കെ ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുവോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതി അല്ലാത്തത് എന്ന് പറയുന്നത് രാമച്ചി ആണ്. ഇദ്ദേഹത്തിന്റെ കൃതി അല്ലാത്തത് എന്ന് പറയുന്നത് രാമച്ചിയാണ്. അപ്പൊ രാമച്ചി എഴുതിയതാരാ? ആരാ രാമച്ചി എഴുതിയത്? ആരാ രാമച്ചി എഴുതിയത്? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബിനോയ് തോമസിന്റെ ഒരു ചെറുകഥാ സമാഹാരമാണ് രാമച്ചി എന്ന് പറയുന്നത്. ഇതിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാ. ഈ ഒരു രാമച്ചി എന്ന് പറയുന്ന കൃതിക്കും എന്ത് ലഭിച്ചതാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതാണ്. ഈ ഒരു കഥാസമാഹാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘമായിട്ടുള്ള 7 കഥകൾ അടങ്ങിയതാണ് ഈ ഒരു രാമച്ചി എന്ന് പറയുന്ന കഥാസമാഹാരം. ഇതിനകത്തുള്ള കഥകൾ എന്ന് പറയുന്നത് മദ്ദലിന മറിയത്തിന്റെ പള്ളി, അതേപോലെ മൂർഖൻ പാമ്പ്, മിക്കാനിയ മൈക്രാന്ത, പിന്നെ ഉടമസ്ഥൻ, ഇടവേലിക്കാർ, ഇങ്ങനെ 7 കഥകൾ അടങ്ങിയ ഒരു പൂർണ്ണ കഥാസമാഹാരമാണ് ഏതെന്ന് പറയുന്നത്? രാമച്ചി എന്ന് പറയുന്നത്. ഓക്കെ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്ന് പതിക്കവേ, ഈ വരികൾ ഏത് കവിതയിലേതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഏത് കവിതയിലാ? സൂര്യകാന്തിയിലെ ആണോ? അല്ല, ഇന്ന് ഞാൻ നാളെ നീ. ഇന്ന് ഞാൻ നാളെ നീ എന്ന കൃതിയിലേതാണ് അല്ലെ? നിങ്ങൾ ബാക്കിയുള്ള കവിതകളൊക്കെ കേട്ടിട്ടുണ്ടോ? സൂര്യകാന്തി ആരുടെ കൃതിയാ? നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ്. ആ തന്നിരിക്കുന്ന എല്ലാ കൃതിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൈസ്കൂൾ തലത്തിലും UP തലത്തിലുമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള കൃതികളാ. സൂര്യകാന്തി പഠിക്കാനുണ്ട്. ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന് പറയുന്ന കൃതി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കരുണയും കണ്ണുനീർത്തുള്ളിയും ആർക്ക് പഠിക്കാനുള്ള കൃതികളാണ്? കുട്ടികൾക്ക് പഠിക്കാനുള്ള കൃതികളാണ്. അപ്പൊ നിങ്ങൾ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ കൂടി, അതായത് 1ാം ക്ലാസ് തൊട്ട് ഒരു 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അടിസ്ഥാന പാഠാവലിയും കേരള പാഠാവലിയും വാങ്ങിച്ചിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥകള്, നോവലുകള്, കവിതകള് എല്ലാം നോക്കി അതിനകത്തെ കൊടുത്തിട്ടുള്ള പര്യായ പദങ്ങള്, അതേപോലെ അതിനകത്ത് കൊടുത്തിട്ടുള്ള എഴുത്തുകാരന്മാര്, അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടെ പെട്ടെന്നാകും, അല്ലെങ്കിൽ എക്സാം കുറച്ചും കൂടെ എളുപ്പമാവും. കാര്യം ഒരു 30% ക്വസ്റ്റ്യനും വരുന്നത് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ട് ആയിരിക്കും. അപ്പം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണെന്ന് അറിയോ? അറിയോ? ഇന്ന് ഞാൻ നാളെ നീ എന്ന കൃതി എഴുതിയതാരാണെന്ന് അറിയോ? ഇല്ല. നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത്. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ കുറിച്ചും അതേപോലെ തന്നെ മനുഷ്യന്റെയും അടുപ്പും ഒക്കെയാണ് ആരുടെ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് പറയുന്നത്? ജി ശങ്കരക്കുറുപ്പിന്റെ ഇല്ലേ? ജിയുടെ കവിതകൾ. അതില് ഏറ്റവും പ്രശസ്തമായ ഒരു കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത്. അതായത് ജീവിതത്തിന്റെ ആ ഒരു ഭാഗമായിട്ടുള്ള മരണം, ആ ഒരു മരണത്തിന്റെ
ആ ഒരു തീവ്രതയാണ് ഈ ഒരു കവിതയിലൂടെ എന്തവതരിപ്പിക്കുന്നത്? മനുഷ്യന്റെ സർവ്വ അഹങ്കാരത്തെയും ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും മേലെയാണ് താനെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ, താൻ വെറും ഏകാകിയാണ്, താൻ മരണത്തിന്റെ ആ ഒരു കരിനിഴലിൽ ഒറ്റപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആ ഒരു കവിതയാണ് ഏതെന്ന് പറയുന്നത്? ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്നത്, ഇല്ലേ? ഓക്കെ ആണ്. ആ ഒരു മരണഭയമാണ് ആ ഒരു കവിതയിലൂടെ കാണുന്നത്. സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പെണ്ണ് തോൽക്കുന്നു, തോൽക്കയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. ആരുടെ വരികളായത്? ജസ്റ്റ് നമ്മുടെ സച്ചിദാനന്ദന്റെ ആണെങ്കിലും കടമ്മനിട്ട ആണെങ്കിലും ആറ്റൂരിന്റെ ആണെങ്കിലും ചില വ്യക്തികളുടെ കവിതകൾക്ക് പ്രത്യേകതകൾ ഉണ്ടാകും. ചിലർ പ്രത്യേക ഋതത്തിലായിരിക്കും കവിത എഴുതുന്നത്, അല്ലെങ്കിൽ ചിലർ എഴുതുന്ന കവിതകൾക്ക് ഒരു പ്രത്യേക വിഷയം കാണും, അല്ലെങ്കിൽ ആ ഒരു ഈണം വെച്ചിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പ്രതികാരത്തിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ രീതിയിൽ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് എഴുതിയേക്കുന്ന പെണ്ണ് തോൽക്കുന്നു, തോൽക്കയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി, ആരുടെ വരികളായിരിക്കും ഇത്? കടമനിട്ട. കടമ്മനിട്ടയുടെ വരികളായിരിക്കും. കടമ്മനിട്ടയുടെ വേറെ ഏതെങ്കിലുമൊക്കെ കൃതികൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കടമ്മനിട്ടയുടെ കിരാതവൃത്തം എന്ന് പറയുന്ന, കഴിഞ്ഞ ഏതോ ഒരു KTT ക്വസ്റ്റ്യന് ചോദിച്ചതാണ് കടമ്മനിട്ടയുടെ കിരാത വൃത്തത്തെ കുറിച്ച്, ഇല്ലേ? ആ കടമ്മനിട്ടയുടെ കവിതയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതേത് കവിതയിലെ വരികളാണെന്ന് പറയാമോ? കുറത്തി എന്ന് പറയുന്ന ആ ഒരു കവിതയിലെ വരികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും കൂടെ ഞാനതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ പറയാമേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന, ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, ലക്ഷ്യം പിഴക്കുക. ലക്ഷ്യം പിഴയ്ക്കുക. ഓക്കെ, പിന്നെ നീച പ്രവൃത്തിക്ക് അതനുസരിച്ചുള്ള ഫലം ലഭിക്കുക അല്ല, ലക്ഷ്യം പിഴയ്ക്കുക, അല്ലെ? നമ്മൾ ഉന്നം വെച്ചത് വേറൊന്ന്, കിട്ടുന്നത് വേറൊന്ന്. അപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അജു സാർ തരുന്ന ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണുകയും കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലേ? കേട്ടിട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം, അത് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇനി അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചാടിപ്പോയി ഈ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്നിട്ട് താഴോട്ട് തന്നിട്ടുണ്ട് പേരച്ചം, മുൻവിനയച്ചം, തൻവിനയച്ചം, ഭേദകം. ഇപ്പൊ കുറേ നേരം കൊണ്ട് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഓരോന്നും എന്താണ് എന്താണ് എന്ന്. അപ്പം വാക്യത്തിൽ ക്രിയയ്ക്കോ നാമങ്ങൾക്കോ വിശേഷണമായി അപ്രധാനമായി നിൽക്കുന്ന ക്രിയയാണ് നമ്മൾ എന്തുവെന്ന് പറയുന്നത്? പറ്റുവിന എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ആ പറ്റുവിനെ തന്നെ നമ്മൾ വിനയച്ചം എന്നും പേരച്ചം എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പിന്നെ ആ വിനയച്ചത്തെ തന്നെ മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇവിടെ ചാടിപ്പോയി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാ സൂചിപ്പിക്കുന്നത്? മുൻവിനയച്ചത്തിനെ. അതായത് ആ ഒരു ക്രിയയ്ക്ക് മുൻപായിട്ടാണ് ചാടി എന്നത് എടുത്തേക്കുന്നത്. അപ്പൊ അത് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? മുൻവിനയച്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിനയച്ചവും പേരച്ചവും ഒക്കെ നമ്മൾ കുറേ നേരം പറഞ്ഞു, ഇനി വീണ്ടും അത് പറയണോ? വേണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? കേട്ടിട്ടുണ്ട്. കഥാസമാഹാരം. ആരുടെ കഥാസമാഹാരമാണ്?
അങ്ങനെ ചോദിക്കരുത്. കേട്ടിട്ടുണ്ട് കഥാസമാഹാരം. കേട്ടിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചന്ദ്രബോസിന് സുഭാഷ് ചന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സുഭാഷ് ചന്ദ്രബോസോ? സുഭാഷ് ചന്ദ്രബോസ് അല്ല, സുഭാഷ് മത്സ്യരാമുഖം. എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ അതായത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഥാസമാഹാരമാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പിന്നെ മനുഷ്യനൊരു ആമുഖം, അദ്ദേഹത്തിന്റെ നോവല് കേട്ടിട്ടില്ലേ? മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്ന കൃതിയെ കുറിച്ചിട്ട് കേട്ടിട്ടില്ലേ? കേട്ടിന് ടീച്ചറേ. ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ പറയാം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. സമുദ്രശില കേട്ടിട്ടുണ്ടോ? ഈ പത്മരാജ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതിയാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് 2019 പുറത്തിറങ്ങിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്, സമുദ്രശില എന്ന് പറയുന്നത്. മനുഷ്യനൊരു ആമുഖം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതും അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ്. അദ്ദേഹം ആദ്യം എഴുതിയ നോവലാണ് ഏതെന്ന് പറയുന്നത്, മനുഷ്യനൊരു ആമുഖം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തന്ന ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ എഴുതിയ ചെറുകഥയാണ്. ഈ ചെറുകഥയ്ക്ക് അദ്ദേഹത്തിന് അന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. DC ബുക്സ് ആണ് ഈ ഒരു ചെറുകഥ പബ്ലിഷ് ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ടീച്ചറെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്യാം. സമയമായോ? 9:30 ആയില്ലേ? 9:30 ആയല്ലേ? സമയം പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ബാക്കി നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞങ്ങളെ കൂടെയുള്ള ക്ലാസ് മിസ്സിന് ബോറടില്ല എന്നർത്ഥം. എനിക്ക് ബോറടിയില്ല. നിങ്ങൾക്ക് ബോറടിച്ചോ? ഞങ്ങക്ക് ബോറടിയൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുട്ടികളാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടികളാണ്. നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളിങ്ങനെ സമയം നോക്കി ഇരിക്കും. 9 മണിയായോ, മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ ഒരു ഇത് വരത്തില്ല. ഇതിപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് 9:30 ആയി എന്ന് ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ ക്ലാസ് മിസ്സിന് നല്ല ഇഷ്ടമായി എന്നാണ് അതിന്റെ അർത്ഥം. നന്നായിട്ട് ഇഷ്ടമായി. ഓക്കെ സാർ, അപ്പം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ